UDF എന്നാണല്ലോ ഇവിടെ പറയുന്നത്. UDF അല്ല, ഈ UDF തന്നെ MDF എന്നായിരുന്നു അന്ന് ജമാഅത്ത് ഇസ്ലാമി കാശ്മീരിൽ ഉണ്ടാക്കിയ രാഷ്ട്രീയത്തിൻ്റെ പേര്, മുസ്ലിം യുണൈറ്റഡ് ഫ്രണ്ട്. ഇവിടുത്തെ UDF ഐക്യ ജനാധിപത്യ മുന്നണി, ഇതിനെ UDFനെ MDF ഹൈജാക്ക് ചെയ്തിരിക്കുന്നു. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വണ്ടൂരിൽ കൺവെൻഷൻ, മലപ്പുറം ജില്ലയിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ സതീശൻ്റെ കോൺഗ്രസിനെ, നമ്മുടെ മുസ്ലിം ലീഗിനെ വിജയിപ്പിക്കാൻ വേണ്ടി കൺവെൻഷൻ നടക്കുകയാണ്. ഇതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ മലപ്പുറം ജില്ലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. മലപ്പുറം ജില്ലയിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ടോ? കാരണം നേരത്തെ ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ലീഗിലേക്ക്, സമസ്തയിലേക്കും ഒക്കെ അവരുടെ ആശയത്തെ അങ്ങനെ പ്രസരിപ്പിക്കുന്നു എന്നുള്ള ആരോപണം നേരത്തെ CPIM ഉന്നയിച്ചിരുന്നു. ആഭ്യന്തരമായി തന്നെ ചില പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. ആ നിലയ്ക്കുള്ള വാർത്താ സമ്മേളനങ്ങളൊക്കെ നമ്മൾ കണ്ടതുമാണ്. പക്ഷേ ഇവരും പറയുന്നു, NDAയും പറയുന്നു, അതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അങ്ങനെയുണ്ടോ? ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിലും മലപ്പുറത്തിൻ്റെ രാഷ്ട്രീയത്തിലൊക്കെ എത്രമാത്രം പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഐക്യ ജനാധിപത്യ മുന്നണിയിലെ കക്ഷികൾ, മുഖ്യ കക്ഷിയായിട്ടുള്ള കോൺഗ്രസും മുസ്ലിം ലീഗും തന്നെ ധാരാളമായി മലപ്പുറം ജില്ലയിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് നേരിടുന്നതിനും വിജയിക്കുന്നതിനും തികഞ്ഞ രാഷ്ട്രീയ പാർട്ടികളാണെന്ന് എല്ലാവർക്കും അറിയുന്ന യാഥാർത്ഥ്യമാണ്. മറ്റൊരു കാര്യം, UDFൻ്റെ മുന്നണിയുടെ ഔദ്യോഗികമായിട്ടുള്ള ചടങ്ങുകളിലോ സംവിധാനങ്ങളിലോ ഒന്നും ഒരിടത്തും ജമാഅത്തെ ഇസ്ലാമി ഉണ്ട് എന്ന് UDFൻ്റെ നേതാക്കന്മാരോ ഈ പറയപ്പെടുന്നത് പോലെ മുസ്ലിം ലീഗ് നേതാക്കന്മാരോ ഒരിടത്തും സംബന്ധിച്ചിട്ടില്ല. ജമാഅത്ത് ഇസ്ലാമി അത്തരത്തിലുള്ളൊരു അവകാശം അത് ഉന്നയിച്ചിട്ടുമില്ല. എങ്കിൽ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ തെരഞ്ഞെടുപ്പിൽ ചില അപകടങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് വേങ്ങര നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി മത്സരിച്ചിരുന്ന വ്യക്തി STPയുടെ കാൻഡിഡേറ്റ് ആയിരുന്നു. അദ്ദേഹം തന്നെ എപ്പോഴും പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു നേട്ടം, ഞാൻ 11,000-ഓളം വോട്ട് പിടിച്ചു എന്നുള്ളതാണ്. STP അവകാശപ്പെടുന്നത് 7,000 വോട്ട് അവർക്ക് ആ നിയോജക മണ്ഡലത്തിലുണ്ട് എന്നുള്ളതാണ്. സത്യത്തിൽ STPI കഴിഞ്ഞ വർഷം നിർത്തി സ്വതന്ത്രനായി നിന്നിരുന്ന കാൻഡിഡേറ്റ് ഈ വർഷം LDFൻ്റെ കാൻഡിഡേറ്റാണ്. അപ്പോൾ അവിടെ STPIയുടെ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുമില്ല. STPIയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്ന ആൾ 5 വർഷത്തിന് ശേഷം അവിടെ LDFൻ്റെ സ്ഥാനാർത്ഥിയാവുകയും STPI സ്ഥാനാർത്ഥിയെ നിർത്താതിരിക്കുകയും ചെയ്യുക വഴി യഥാർത്ഥത്തിൽ അവിടെ എന്താണ് STPIയുടെ നിലപാട് എന്നുള്ളതാണ് ലളിതമായി മനസ്സിലാക്കാവുന്ന ഒരു യാഥാർത്ഥ്യം.